നമസ്കാരം. ഉള്ളത് പറഞ്ഞാൽ ആരംഭിക്കുകയാണ്. ഭാഷാഭൂഷണി പുതിയ ലക്കത്തിൽ ഗ്രേസി എഴുതിയ ബുദ്ധിജീവി എന്ന കഥ നമ്മുടെ രാഷ്ട്രീയത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ്. കഥ ഇങ്ങനെയാണ്. കയറ് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അത് സർപ്പമാണ്. ഉടനെ പത്തി വിരിക്കും, ആഞ്ഞു കൊത്തും, അതിനെ കൊല്ലുക തന്നെ വേണം. സർപ്പത്തെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അത് വെറുമൊരു കയറാണ്, അതിനെ വിട്ടുകളഞ്ഞേക്കൂ. ഉള്ളത് പറഞ്ഞാൽ കുറേ നാളായി ഈ മായാ നാടകമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. കയറ് കാണുമ്പോൾ സർപ്പമാണെന്നും സർപ്പത്തെ കാണുമ്പോൾ കയറാണെന്നും സ്ഥാപിക്കുക. ഇത്തരം ബുദ്ധിജീവികൾ രാജ്യസ്നേഹത്തിനും രാജ്യദ്രോഹത്തിനും പുതിയ ഭാഷ്യം ചമയ്ക്കുന്നു, വിശേഷിച്ച് സർവകലാശാല ക്യാമ്പസുകളിൽ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആ മഹാസ്ഥാപനത്തിൻ്റെ പാരമ്പര്യത്തിന് ചേരാത്ത ഒരാളെ സാരഥ്യത്തിലിരുത്തിക്കൊണ്ടായിരുന്നു കലാപഭൂമിയാക്കിയത്. പിന്നീട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. കാൾ സാഗനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിച്ച ഒരു ദളിത് വിദ്യാർത്ഥിക്ക് അർഹതപ്പെട്ട ഫെലോഷിപ്പ് പോലും നൽകാതെ ക്യാമ്പസിലിട്ട് വീർപ്പ് മുട്ടിച്ചു. അവസാനം രോഹിത് വെമുലെ ആത്മഹത്യ ചെയ്തു. ഇതോടെ രോഹിത് ദളിതൻ അല്ലെന്ന് സ്ഥാപിക്കാനായി വ്യഗ്രത. Vice Chancellor, on behest of ABVP, has socially boycotted us. If you want to persist over the same, please give us 10 grams of poison. Please give us a rope to hang ourselves. If this letter was submitted to the Vice Chancellor on December 18th, what was this Vice Chancellor doing till January 17th, when the day Rohit committed suicide? Why he had to wait for a month not to respond? He chose not to respond. He chose not to respond because he do not want to come down to talk with these Dalit research scholars. In fact, he stated in view of Dalit faculty that ഇപ്പോൾ JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനെ രാജ്യദ്രോഹി എന്ന പേരിൽ പിടിച്ചകത്താക്കിയിരിക്കുന്നു. സർവകലാശാലകളും ചെറുതലം മുതലുള്ള പാഠശാലകളുമാണ് നാടിൻ്റെ നാളത്തെ ഭാഗധേയം നിർണയിക്കുന്നതെന്ന് ഇന്നത്തെ നാടുവാഴികൾക്കറിയാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ റേഡിയോ സന്ദേശത്തിലൂടെ നമ്മുടെ പാഠശാലകളിലേക്ക് മൻ കി ബാത്ത് വരുന്നത്. നിഷ്കളങ്കം, നല്ലത് എന്നൊക്കെ തോന്നും. പക്ഷേ ബാലമനസ്സുകളിൽ ആദർശത്തിന്റെ അതിനായക സ്വരൂപനായി കയറിക്കൂടുക, അതാണ് ലക്ഷ്യം. വരും കാലത്തും അധികാരമുറപ്പിക്കാനുള്ള വിത്ത് പാകൽ. എന്നാൽ മൻ കി ബാത്തിലൊന്നും മെരുങ്ങില്ല നമ്മുടെ സർവകലാശാലകൾ. അപ്പോൾ അവിടെ പ്രയോഗിക്കുക സാമം ദാനം ഭേദം ദണ്ഡം മുറകൾ. വാസ്തവത്തിൽ അതാണ് JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യ കുമാറിനെ പിടികൂടിയതിൻ്റെ രാഷ്ട്രീയം. People who venerate the murderers of Mahatma Gandhi and call them national heroes have the temerity to call us as anti-national. We don't require certificates of patriotism from the murderers of Mahatma Gandhi. And let it be clear, this is a political challenge. This government, in order to divert attention from the complete mess they have created in the country.
കനയ്യകുമാർ രാജ്യദ്രോഹം നടത്തിയതിന് തെളിവുണ്ടോ എന്നായിരുന്നു നാനാ നാവുകളിൽ നിന്നും ഉയർന്ന ചോദ്യം. कानून को मानेंगे नहीं, संविधान को मानेंगे नहीं, और जो हक है किसी का भी कोर्ट के अंदर जाने का, खड़े होने का, उसके लिए मौजूद होके उसकी सुनवाई सुनने का, वो भी उनको हक नहीं है. നിഷ്പക്ഷത നടിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ തെളിവ് നിരത്തി. हम हैं इस देश के और इस मिट्टी से प्यार करते हैं. इस देश के अंदर जो 80% गरीब आवाम है, हम उसके लिए लड़ते हैं. हमारे लिए यही देश है. സംഘാനുകൂലികൾ ചർച്ചകളിൽ ഘോരഘോരിതരായി. ഒടുവിൽ വന്നു തെളിവ്. തെളിവായി വന്ന വീഡിയോയിലെ ശബ്ദം വ്യാജ നിർമ്മിതമാണെന്ന്. എങ്ങനെയുണ്ട് രാജ്യസ്നേഹികളുടെ മനുഷ്യസ്നേഹം? അപ്പോൾ സംഗതി ഒന്ന് മാത്രമേയുള്ളൂ. പണ്ട് ബുഷ് പറഞ്ഞ പോലെ, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാം രാജ്യദ്രോഹികൾ, വിഷസർപ്പങ്ങൾ. जलराज पे हमले बंद करो, बहुलवादी संस्कृति पे हमले बंद करो, बहुल्य विचारों पे हमले बंद करो. കനയ്യകുമാറിനെ പോലെ ഒരു വിദ്യാർത്ഥി നേതാവിനെ സത്യത്തിൽ ഇങ്ങനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാമോ? ലോകത്തെ ബുദ്ധിജീവികളുടെ ശ്രദ്ധ തന്നെ ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. ഭാഷാശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ നോം ചോംസ്കിയും നൊബേൽ സമ്മാന ജേതാവായ ഓർഹാൻ പാമുക്കും സംഭവത്തെ അപലപിച്ചിരിക്കുന്നു. ധീര രാജ്യസ്നേഹികൾ ഇത് ശ്രദ്ധിക്കണം. മാത്രമോ, ഈ രാജ്യസ്നേഹികൾ ഇന്നെടുത്തു പ്രയോഗിക്കുന്ന ഈ രാജ്യദ്രോഹ നിയമം ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? സാക്ഷാൽ ബ്രിട്ടീഷുകാർ. അതും 1870 നടപ്പാക്കിയത്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പല നിയമങ്ങളും ഇപ്പോഴും ഇവിടുണ്ടെന്ന ന്യായം പറയാം. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സ്വദേശി പ്രേമം പറയുന്നവർ ബ്രിട്ടീഷ് കാലത്തെ നിയമം എടുത്തുപയോഗിക്കുന്നത് വലിയ ഫലിതം തന്നെ. ഇതാണ് സർ കയർ സർപ്പ സിദ്ധാന്തം. അതെ, എവിടെയും നല്ല ദിനങ്ങൾ നടപ്പാവുകയാണ്. ചിലപ്പോഴത് നടപ്പാക്കുന്നത് കാക്കിക്കുപ്പായക്കാരാകും. അതായിരുന്നു കനയ്യകുമാറിന്റെ അറസ്റ്റിൽ കണ്ടത്. ചിലപ്പോൾ നല്ല ദിനങ്ങൾ നടപ്പാക്കുന്നത് കറുത്ത കുപ്പായക്കാരാകും, വക്കീലന്മാരെ. അതായിരുന്നു പാട്യാല കോടതി വളപ്പിൽ കണ്ടത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കനയ്യകുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കറുത്ത കുപ്പായക്കാർ ചാടി വീണു. കാക്കിക്കുപ്പായക്കാർ നോക്കി നിൽക്കെ കനയ്യകുമാറിനെ മർദ്ദിച്ചു. മാധ്യമങ്ങൾക്ക് നേരെയും കുതിര കയറി. There is this feeling of extreme fear today, among people, extreme fear that if they speak out, if they say that is anything which is anti this government, they are going to be booked under the stringent laws of the land. And I think, and this fear is also among journalists today. ഭരണഘടനയും നീതിന്യായവുമൊക്കെ പഠിച്ച് പാസ്സായവരാണ് ഈ കറുത്ത കുപ്പായക്കാർ എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ നല്ല ദിനങ്ങൾ നടപ്പാക്കാൻ അച്ചാരം വാങ്ങിയവർ അതെല്ലാം മറന്നു, നിയമം കയ്യിലെടുത്തു. ഇവിടെ കോടതിയൊന്നും വേണ്ട, തെളിവുകളൊന്നും വേണ്ട, ഞങ്ങൾ തീരുമാനിക്കും കയറേത് സർപ്പമേത് എന്ന്. ഇതിനെ ഫാസിസം എന്നല്ലാതെ എങ്ങനെ ലളിതമായി വിശേഷിപ്പിക്കും? സർവകലാശാലകളിൽ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ തടസ്സം നിൽക്കുന്നവരെ ഒഴിവാക്കുക. ഇതാണ് ഇവിടെ വാസ്തവത്തിൽ നടക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്താണ് ഈ സ്വന്തം അജണ്ടയെന്ന്? ദില്ലി സർവകലാശാലയിലെ BA പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ് AK രാമാനുജന്റെ 300 രാമായണങ്ങൾ എന്ന പ്രബന്ധം. ആ പ്രബന്ധം പഠിപ്പിക്കാൻ പാടില്ല എന്നായി ശിക്ഷാ ബച്ചാവോ ആന്തോളൻകാർ. ഈ ആന്തോളന് നേതൃത്വം നൽകുന്നത് ആരെന്നോ? ദീനനാഥ് ബത്ര, ഒരു റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ. ഇദ്ദേഹം എഴുതിയ 10ഓളം പുസ്തകങ്ങൾ ഗുജറാത്തിൽ സ്കൂൾ പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ തന്നെ വ്യക്തമായല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. 300 രാമായണങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ദില്ലി യൂണിവേഴ്സിറ്റി വിദഗ്ധ സമിതിയുടെ ശുപാർശ. എന്നാൽ
അതാര് കേൾക്കാൻ? ശിഷ്യഗണങ്ങൾ ദില്ലി സർവകലാശാലയിലെ ഹിസ്റ്ററി വിഭാഗത്തിൽ കടന്നു കയറി കമ്പ്യൂട്ടറുകൾ തകർത്തു. വകുപ്പ് അധ്യക്ഷനെ കയ്യേറ്റം ചെയ്തു. അതോടെ 300 രാമായണങ്ങൾ പാഠ്യപദ്ധതിക്ക് പുറത്തായി. ദീനനാഥ് ബത്രയുടെ ഉപദേശപ്രകാരമാണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വിദേശ ഭാഷകൾ പഠിപ്പിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം വന്നത്. എന്തിന്? വെൻഡി ഡോനിഗറുടെ ദ ഹിന്ദുസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന പുസ്തകം പ്രസാധകരായ പെൻഗ്വിൻ ഇന്ത്യ പൂർണ്ണമായും പിൻവലിച്ച് അരച്ചു കളഞ്ഞത് ബത്രയുടെ ശിക്ഷാ ബച്ചാവോ ആന്തോളന്റെ ബഹളം തുടർന്നാണ്. ഇങ്ങനെ എതിർസ്വരങ്ങളെയും എതിർ വീക്ഷണങ്ങളെയും അരച്ചു കളയുന്ന സമീപനം ഇത് തന്നെയാണ് ഇപ്പോൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നത്. അതെ, കയറിനെ സർപ്പമാക്കലും സർപ്പത്തെ കയറാക്കലും പദ്ധതി. കൊള്ളാം, നല്ല ദിനങ്ങൾ തന്നെ. ഒരു മഹാരാഷ്ട്രീയ സാന്നിധ്യത്തിൻ്റെ മട്ടിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ BDJSന്റെ പ്രഖ്യാപനം. അമിത്ഷായിൽ അമിതവിശ്വാസം, അമിത്ഷായ്ക്കും അമിതവിശ്വാസം. അങ്ങനെ മകൻ വെള്ളാപ്പള്ളി പാർട്ടി സാരഥിയുമായി. പ്രാദേശികമായി ഒരുപാട് സ്ഥലങ്ങളിൽ BJPയുമായി സഹകരണം SNDP യൂണിയനുകൾ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് വോട്ട് നേടുകയാണ് ഉണ്ടായത്. എന്നാൽ അച്ഛൻ വെള്ളാപ്പള്ളി വടക്ക് നിന്ന് തെക്കുവരെ യാത്ര ചെയ്തപ്പോഴാകാം ബോധ്യപ്പെട്ടത് അമിത്ഷായെയും കേരള അമിത്ഷാ കുമ്മനത്തെയും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ അച്ഛൻ വെള്ളാപ്പള്ളി പരസ്യപ്പെടുത്തി അവസരവാദമാണ് തൻ്റെ പാർട്ടിയുടെ മുഖമുദ്രയെന്ന്. ഇപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവസരത്തിനൊത്ത് മുദ്രാവാക്യങ്ങളില്ലേ വേണ്ടത്? അപ്പോൾ അവസരത്തിനൊത്ത മുദ്രാവാക്യങ്ങളും അവസരത്തിനൊത്തുള്ള ചിന്തകളും പ്രായോഗിക ചിന്തകളുമാണ് വേണ്ടത്. അതല്ലാതെ ആദർശവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തുകയില്ല. അവസരത്തിനൊത്ത് ഉണരാനും പ്രവർത്തിക്കാനും മുന്നേറാനും സാധിക്കണം. അതിനുള്ള അവസരത്തിനൊത്ത മുന്നേറ്റം ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു കാര്യം തുറന്നു പറയണമല്ലോ, താൻ അവസരവാദിയാണെന്ന് ഇത്രയും സത്യസന്ധതയോടെ പറയാൻ വെള്ളാപ്പള്ളിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? മാത്രമല്ല, ഇടത് വലത് മുന്നണികളോട് രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ടത്രേ. എന്നാൽ BJP നേതൃത്വമായിട്ട് ഞങ്ങൾ പല കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രഹസ്യമായിട്ട് വേറെ ചില പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ട് BJPയായിട്ട് ചർച്ച ചെയ്ത് ശരിയാണ്. രഹസ്യമായിട്ട് വേറെ പല പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് അത് ഞങ്ങൾ പറയത്തില്ല. അത് ഈ പാർട്ടി ഉണ്ടായി കഴിയുമ്പോൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പലതുമായിട്ടും ചർച്ച ഉണ്ടാവുമല്ലോ. എന്നാൽ രണ്ടു മുന്നണികളും പറഞ്ഞു അത് പച്ചക്കള്ളമാണെന്ന്. ഏറ്റവും വലിയ തമാശയാണ് കേരള രാഷ്ട്രീയത്തിൽ താൻ നേതൃത്വം കൊടുത്ത ഈയിടെ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും യാതൊരു പ്രസക്തിയുമില്ല എന്ന തികഞ്ഞ തിരിച്ചറിവാണ് ഇപ്രകാരത്തിൽ പലതും പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതോടെ മകൻ വെള്ളാപ്പള്ളി നയം വ്യക്തമാക്കി. അച്ഛൻ വെള്ളാപ്പള്ളി പറയുന്നതൊന്നും പാർട്ടിക്കാര്യമല്ല, യോഗം കാര്യമാണ്. അതായത് ജനറൽ സെക്രട്ടറി വേറെ, പാർട്ടി പ്രസിഡന്റ് വേറെ. വാസ്തവത്തിൽ രണ്ട് വെള്ളാപ്പള്ളിമാരും ശ്രമിച്ചത് ഇത്ര മാത്രമാണ്: BJPയുടെ കൂടെ നിന്നാൽ തെരഞ്ഞെടുപ്പിൽ ഗതി പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും മുന്നണിയിൽ കയറി പറ്റുക. അതിനുവേണ്ടി ഒരു ഇരയിട്ട് നോക്കലായിരുന്നു അച്ഛൻ വെള്ളാപ്പള്ളിയുടെ രഹസ്യ ചർച്ച. പക്ഷേ ഇരു മുന്നണികളും ആ ഇരയിൽ കൊത്തിയില്ല. ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അവസരവാദ നിലപാടാണ്. RSSന് അനുകൂലമായ നിലപാടാണ് ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞ വഴിയിൽ കൂടി RSSനെ സഹായിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും ഉദ്ദേശം. അപ്പോൾ അടവ് മാറ്റി. മകൻ വെള്ളാപ്പള്ളി പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന ഗതി വരാതിരിക്കാൻ BJP തന്നെ ശരണം എന്നായി. അതിന് അച്ഛൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞു. എനിക്ക് ആ വ്യക്തിപരമായി പറഞ്ഞ എനിക്ക് ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്.
മുഖ്യമന്ത്രി അതിൽ SNDP യോഗത്തെ ഒരുപാട് സഹായിച്ചെന്ന് പറയാം. എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല. മറ്റവർക്ക് അങ്ങനെയല്ലായിരുന്നു. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും തരത്തില്ല. അതാണ് വെള്ളാപ്പള്ളിമാരുടെ അടവ് നയം. കയറിനെ പാമ്പാക്കൽ, പാമ്പിനെ കയറാക്കൽ. തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടു തുടങ്ങി. മാധ്യമങ്ങൾ സർവേകളും. ചാനൽ സർവേ ഫലം ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. അവർ പല പല കണക്കുകളും അതിന് നിരത്തുന്നുമുണ്ട്. എന്നാൽ UDF ഭരണ തുടർച്ചയ്ക്ക് 18 അടവും പയറ്റാനാണ് മട്ട്. അതിൻ്റെ ഭാഗമായി മന്ത്രി മുഖ്യനും ആഭ്യന്തരമന്ത്രിയും പാർട്ടി പ്രസിഡന്റും മത്സരിക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ആജ്ഞ. ആര് മത്സരിക്കും മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളല്ല. വ്യക്തിപരമായി നമ്മളാരുമല്ല. ഞാൻ മത്സരിക്കണോ എന്നുള്ള ഞാനല്ല തീരുമാനിക്കേണ്ടത്, പാർട്ടിയാണ്. അതായത് ക്രൈസ്തവ, നായർ, ഈഴവ വോട്ടുകൾ ആകർഷിക്കുക. ഇത് കേട്ടാൽ തോന്നും ഈ നേതാക്കന്മാർ പറയും പോലെയാണ്, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ കണ്ടിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുക്കാം. സുധീരനെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എതിർത്തിട്ടും പാർട്ടി പ്രസിഡന്റാക്കിയത് ഈഴവ വോട്ടുകൾ ലക്ഷ്യമാക്കിയായിരുന്നത്രേ. വല്ല പ്രയോജനവുമുണ്ടായോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കയ്യിലിരുന്ന പല സീറ്റും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സത്യത്തിൽ സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ പോലും കേൾക്കുന്നവരല്ല കേരളത്തിലെ ജനം. തെരഞ്ഞെടുപ്പിൽ പ്രധാനം രാഷ്ട്രീയമാണ്, നാടിൻ്റെ നന്മയാണ്, രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണ്. അത് മനസ്സിലാക്കാതെ ജാതി മത സമവാക്യങ്ങൾ വച്ച് കളിക്കുന്നത് കയറിനെ പാമ്പാക്കലാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയുടെ ആത്മഹത്യ രാജ്യത്ത് ദളിതുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളുടെ സാക്ഷ്യപത്രമായിരുന്നു. കീഴാള സമൂഹം ഇന്നും മുഖ്യധാരയുടെ ഭാഗമായിട്ടില്ല എന്നതിൻ്റെ നടുക്കുന്ന ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ കേരളത്തിലെ ആദിവാസി കുട്ടികളുടെ കാര്യമെടുക്കാം. വയനാട്ട് ജില്ലയിൽ ഈ അധ്യയന വർഷം 1331 ആദിവാസി കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ചത്. മറ്റാരുമല്ല, SSA എന്ന സർവശിക്ഷാ അഭിയാൻ നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടാണ് ഈ സ്ഥിതി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഇനി മുതൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തുമത്രേ. പക്ഷേ കവി ചോദിച്ചതാണ് ശരി. പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതു ബന്ധനോദ്യോഗമെന്തടോ. അതെ, നമുക്ക് പല കാര്യങ്ങളിലും വെള്ളം ഒഴുകിപ്പോയ ശേഷമാണ് അണകെട്ട്. എന്നിട്ട് വലിയ വായിൽ ആദിവാസി ക്ഷേമമാണെന്ന് പറയും. കയറിനെ പാമ്പാക്കി കാണിക്കും. രോഹിത് വെമുലയുടെ മരണത്തിൽ നിന്ന് പിറന്ന ഒരു കവിതയിലെ വരികൾ കേൾക്കുക. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി ടിനോ ഗ്രേസ് തോമസ് എഴുതിയതാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കോളേജ് മാഗസിനിൽ. നോക്കൂ, ആ മരണം പുലിയിറക്കമാണ്. നിങ്ങൾ ഭയക്കുന്നില്ലേ? അലർച്ചകൾ ഉണരുന്നില്ലേ? ചോര തെറിക്കുന്നില്ലേ? ആയുധധാരികളായ ക്രമസമാധാന പാലകർ കാവൽ നിൽക്കുന്നില്ലേ? ചെറുപ്രാണിയുടെ ചിറകടിയിൽ പോലും ഞെട്ടൽ ഉളവാകുന്നില്ലേ? ജീവിച്ചിരിപ്പ് ചവർക്കുന്നില്ലേ? അതെ, ചെറുപ്രാണിയുടെ ചിറകടിയിൽ പോലും ഞെട്ടൽ ഉളവാകുന്ന കാലം, ജീവിച്ചിരിപ്പ് ചവർക്കുന്ന കാലം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്കെഴുതുക. വിലാസം ഉള്ളത് പറഞ്ഞാൽ @kairatv.in. ഉള്ളത് പറഞ്ഞാൽ ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം.